നമസ്കാരം, കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC, RRB, PSC മുതലായ എല്ലാ മത്സര പരീക്ഷകൾക്കും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ജോഗ്രഫിയിലെ ഒരു ഏരിയ ആണ് സോയിൽസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്, ഏതെല്ലാം മണ്ണിനങ്ങളാണ് ഇന്ത്യയിലുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട് അത് മാത്രമല്ല കേട്ടോ പഠിക്കുക. ഈ മണ്ണിനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ക്രോപ്പാണ്, ഏത് കൃഷിയാണ് മേജറായിട്ട് അവിടെ ഉള്ളത്, എങ്ങനെയാണ് ആ മണ്ണ് ഉണ്ടായത്, അതിന്റെ ഒറിജിൻ എന്താണ്, എവിടെയാണ് ഇന്ത്യയിൽ അത് കാണപ്പെടുന്നത്. ഓക്കെ, ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന 3-4 കാര്യങ്ങളുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, എന്റെ ടേബിൾ നോക്കിക്കോളൂ. ആ ടേബിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ടേബിൾ നമ്മൾ കൊടുത്തിട്ടുള്ള എന്താ, ഏതാണ് മണ്ണിനം, അതെങ്ങനെ ഫോം ചെയ്തു, അതിന് എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ. ഇത് NCERT-യും SCERT-യും മാത്രം ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. പരീക്ഷയ്ക്ക് ഇതേ ചോദിക്കാറുള്ളൂ. അത് എവിടെയാണുള്ളത്, അതിന്റെ കൃഷി നടക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്ത് കൃഷിയാണ് അവിടെ നടക്കുന്നത്. സോ ബേസിക്കലി നമ്മൾ ഏതൊരു മണ്ണിനെ പഠിക്കുമ്പോഴും, ഏതൊരു കാര്യം പഠിക്കുമ്പോഴും നമ്മളവിടെ നോക്കേണ്ട കാര്യം എന്താ, ഒന്ന് നമുക്ക് ആ ഏരിയ പഠിച്ചു വെക്കണം, അല്ലെ? ആ ഏരിയ പഠിച്ചു വെക്കണം. നമുക്ക് നോക്കാം. സോയിൽസ് ഇൻ ഇന്ത്യ, ഈ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. സോയിൽസ് ഇൻ ഇന്ത്യ, ഏതൊരു സോയിൽ പഠിക്കാൻ നേരത്തും ഒന്നാമത്തെ കാര്യം, ഒരു സോയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ വേണം. വെറുതെ വാരി വലിച്ച് പഠിക്കുക. മണ്ണിനങ്ങൾ പഠിക്കുമ്പോൾ വെറുതെ വാരി വലിച്ച് പഠിക്കുക എന്നുള്ളതല്ല, സ്ട്രക്ചർ വേണം. ഒന്നാമത്തെ കാര്യം ഓർത്തു വയ്ക്കുക, അതെങ്ങനെ ഫോം ചെയ്തു, അതിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്. രണ്ടാമത്തത്, എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ, എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് പരീക്ഷയുടെ കണ്ണിൽ പഠിക്കേണ്ടതുണ്ടോ, അതിന് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ. മൂന്നാമത്തേത്, അതിൽ ഏത് ക്രോപ്പാണ് ഉണ്ടാവുക, ഏറ്റവും മേജർ ക്രോപ്പ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല കൃഷി ഏതിന്റെ കൃഷിയാണ്, ഏത് ക്രോപ്പിന്റെ ഏത് വിളവാണ് കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നത്. നാലാമത്തത്, അതിന്റെ ലൊക്കേഷൻ, ഇന്ത്യയിൽ എവിടെയാണ് ആ മണ്ണിനം കാണപ്പെടുന്നത്. ഈ 4 ചോദ്യങ്ങളെ പൊതുവേ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോ, വിച്ച് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ. ഇവിടെ ചോദിച്ചത് ലൊക്കേഷൻ ആണെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കുന്നത് എന്താ, അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോയിൽ വെൽ നോൺ ഫോർ കപ്പാസിറ്റി ടു ഹോൾഡ് മോയിസ്ചർ കണ്ടന്റ്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ജലാംശം ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ഏത് സോയിലിനാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ലാറ്ററൈറ്റ് ആണോ, എറിഡ് ആണോ, അലൂവിയൽ ആണോ, ബ്ലാക്ക് സോയിൽ ആണോ, ഇതിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെയും ചോദ്യം വരാം. ഇത് RRB NTPCക്ക് ചോദിച്ച ചോദ്യമാണ്. അതിന് മുന്നുള്ളത് RRB NTPCക്ക് തന്നെ ചോദിച്ച ചോദ്യമാണ്. SSCക്കും MTS-നും എല്ലാം ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു 4 ഏരിയാസ് എന്നാ ചോദിക്കുന്നത്. സോ SSC, RRB, PSC പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അവസാനം വരെ കണ്ടിരിക്കുക. ഇന്ത്യയിലെ എല്ലാ സോയിലും വിത്ത് മാപ്പ്, ഇന്ത്യയിലെ എല്ലാ സോയിലുകളും വിത്ത് മാപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടേ പോവുള്ളൂ. മണ്ണിനങ്ങളിൽ ബന്ധപ്പെട്ട് എന്ത് ചോദ്യവും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കും നമ്മുടെ ക്ലാസ് പോവുക. ഒന്നാമത്തെ നോക്കിക്കോളൂ, ഇന്ത്യയിലെ ഏകദേശ മാപ്പാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ സോയിലിന്റെ മാപ്പാണ്, NCERT-യിലുള്ള മാപ്പാണ്. ഇതിൽ ആലോചിക്കേണ്ട കാര്യം എന്താ, ഏകദേശം ഇന്ത്യയുടെ ഭൂപ്രകൃതി മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇന്ത്യയില് ഈ ഭാഗത്ത് എന്തുണ്ട്, ഈ ഭാഗത്ത് എന്താ ഇന്ത്യയിലുള്ളത്, ഈ ഭാഗത്തുള്ളത് ഹിമാലയൻ മൗണ്ടെയിൻസ് ആണ്. ഈ ഭാഗത്ത് എന്തുണ്ട്, വെസ്റ്റേൺ ഘാട്സ് ഉണ്ട്. ഈ ഭാഗത്ത് ഇന്ത്യയില് ബാക്കി ഈസ്റ്റേൺ ഘാട്സ്. ഈ ഭാഗത്ത് ഡെക്കാൻ പ്ലേറ്റു, ഈ ഭാഗത്ത് ഡെക്കാൻ പ്ലേറ്റുണ്ട്, കുറച്ച് ബാക്കി കിടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു സാധനം ഉണ്ട്, അതെന്താ നോക്കാം. ഓരോന്ന് എഴുതാം. ഏറ്റവും മുകളിൽ ഞാൻ പറഞ്ഞു, ഈ ഭാഗം ഹിമാലയാസ് ആണ്. ഇതുള്ളത് ഥാർ മരുഭൂമിയാണ്. ഈ ഭാഗം വന്നിട്ട് ഡെക്കാൻ പീഠഭൂമി, ഡെക്കാൻ പ്ലേറ്റു. ഈ ഭാഗം വെസ്റ്റേൺ ഘട്ട്സ്, ഈ ഭാഗം ഈസ്റ്റേൺ ഘട്ട്സ്. ഈ മഞ്ഞയിലുള്ളത്, ഈ അലൂവിയൽ എന്ന് പറയുന്ന മഞ്ഞയിലുള്ളത് അലൂവിയൽ സോയില് ഗംഗ ബ്രഹ്മപുത്ര റീജിയൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, പുതുമയൊന്നുമില്ല. ഇന്ത്യയുടെ മാപ്പിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. കശ്മീർ മുതലായ ഈ ഏരിയാസില് ഹിമാലയാസ് ആണെങ്കിൽ, ഓക്കെ, ഒന്ന് മൊത്തത്തിലൊന്ന് മായ്ക്കാം. കശ്മീർ മുതലായ ഈ ഏരിയാസില് ഹിമാലയാസ് ആണെങ്കിൽ, ഈ ഏരിയ ഥാർ ആണെങ്കിൽ, ഈ ഏരിയ ഡെക്കാൻ പീഠഭൂമി ആണെങ്കിൽ, ഇത് വെസ്റ്റേൺ ഘാട്സ് ആണെങ്കിൽ, പശ്ചിമഘട്ടമാണെങ്കിൽ, ഇവിടെ ഈസ്റ്റേൺ ഘട്ട്സിന്റെ ബാക്കിയാണുള്ളത്.
ഓക്കെ, ഇതാ ഇതെല്ലാം ഹിമാലയത്തിന്റെ ബാക്കിയാണ്. ഈ മഞ്ഞയിൽ വലുതായിട്ട് കാണുന്നത് ദ ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ, ഇന്ത്യൻ സമതലം എന്ന് വിളിക്കുന്ന ഏരിയ, ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ് മുതലായ നദികളും അതിന്റെ പോഷക നദികളും അതിന്റെ കൈവഴികളും ഉണ്ടാക്കിയിട്ടുള്ള മണ്ണിനങ്ങൾ അവിടെ ഉണ്ടാവുക. സോ ഇന്ത്യയുടെ മാപ്പ് ഏകദേശം അറിയാമെങ്കിൽ, ഇന്ത്യയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് അറിയാമെങ്കിൽ കഥ പെട്ടെന്ന് പിടികിട്ടും. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി കൺസെപ്റ്റ് വെച്ച് പഠിക്കാം, കാണാതെയും പഠിക്കാം. ഈ കൺസെപ്റ്റ് ഒന്നുകൂടെ ഇലാബറേറ്റ് ചെയ്യാം. കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ കിടക്കുന്നത് എന്താ, NCERT-യിൽ, പഴയ NCERT-യിലുള്ള ഇമേജ് ആണ്. ഒന്നൊന്നായിട്ട് നോക്കാം. പഴയ NCERT-യിലെ ഇമേജ് ഒന്നൊന്നായിട്ട് നോക്കിക്കോളൂ. ഈ പറയുന്ന ഞാൻ പറഞ്ഞു ഇത് ഹിമാലയാസ് ആണ്. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അറിയില്ലാത്തവർ ശ്രദ്ധിക്കാൻ വേണ്ടിയാ. രണ്ടാമത്തെ ഈ ഏരിയ എന്ന് പറയുന്നത് അലൂവിയൽ പ്ലെയിൻ ആണ്. അലൂവിയൽ പ്ലെയിൻ അതായത് റിവർ ഒഴുകി ഉണ്ടാവുന്നതാണ്. റിവർ എന്ന് പറഞ്ഞാൽ ഏതാ, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, ഈ 3 നദികൾ ഒഴുകി ഉണ്ടാവുന്നതാണ്. ഇതോ, ഈ ഏരിയ എന്താണ്, ഡെക്കാൻ പ്ലേറ്റു, ഗുജറാത്ത് മഹാരാഷ്ട്ര റീജിയനിലുള്ള ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്ന ഡെക്കാൻ പ്ലേറ്റു ആണ്. ഡെക്കാൻ പ്ലേറ്റു. ഈ ഭാഗത്ത് ഉണ്ടാവുന്നതോ വെസ്റ്റേൺ ഗട്ട്സും ബാക്കി പ്ലേറ്റ്യൂസും, ഈസ്റ്റേൺ ഗട്ട്സും ബാക്കിയുള്ള പ്ലേറ്റ്യൂസും, ദന്തകാരണ്യ പ്ലേറ്റു, ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റു, ഇതെല്ലാം പീഠഭൂമികളാണ്. സോ ബാക്കിയുള്ള പ്ലേറ്റ്യൂസ് ആണ്, ഇന്ത്യയിലെ മെയിൻ പ്ലേറ്റ്യൂസ് ആണ്. ഇതോ, ഈ ഏരിയ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, താർ മരുഭൂമിയാണ്. താർ മരുഭൂമി. ഇത്രയും അറിയാമെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമാവും. ഇത് നമ്മൾ പറഞ്ഞതാട്ടോ ഓൾറെഡി. വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ടം നമുക്ക് അറിയാവുന്ന, നമ്മുടെ മൂന്നാറും ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ ഉള്ള വെസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ, വോട്ടെവർ, മുന്നോട്ട് പോവാം. ഇവിടെ വരെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്നാമത്തത് ഇന്ത്യയിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള സോയില് അലൂവിയൽ സോയിൽ. ഓക്കെ, അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത് ഉണ്ടായത് എങ്ങനെയാ, റിവറിന്റെ ഡെപ്പോസിഷൻ മൂലം. ഫോർമേഷൻ ആദ്യം മനസ്സിലാക്കുക. റിവറിന്റെ ഡെപ്പോസിഷൻ മൂലം ഉണ്ടായിട്ടുള്ള അലൂവിയൽ സോയിൽ. ഈ അലൂവിയൽ സോയിൽ ഉണ്ടായത് പുഴകൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണെങ്കിൽ ആലോചിച്ച് നോക്കുക, അത് ഹൈലി ഫെർട്ടൈൽ ആയിരിക്കും, നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും. നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ, നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളെല്ലാം എന്തുകൊണ്ടാണ് വെജിറ്റേറിയൻസ് ആയത്? എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ ഇത്രയും നല്ല കൃഷിയുള്ളത്? എന്തുകൊണ്ടാ? അതിലൂടെ ഒഴുകുന്ന ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ് മുതലായ നദികൾ കാരണം, അത് ഉണ്ടാക്കിയ സമതലം കാരണമാണ്. അങ്ങനെ നോക്കുമ്പോ ഹൈലി ഫെർട്ടൈൽ ആണ്, റിച്ച് ഇൻ പൊട്ടാഷ് ആൻഡ് ലൈം ആണ്. ഏതൊക്കെയാ ഏരിയാസ്? പഞ്ചാബ്, UP, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആസാം, ബാക്കി കോസ്റ്റൽ പ്ലെയിൻസ് എല്ലാം ഉള്ള ഏരിയ. അവിടെ എന്ത് കൃഷിയും ചെയ്യാം. റൈസ് ഉണ്ട്, വീറ്റ് ഉണ്ട്, ഷുഗർ കെയിൻ ഉണ്ട്, കോട്ടൺ, ജൂട്ട്, പൾസസ് എക്സെട്ര, മിക്കവാറും എല്ലാ കൃഷിയും അവിടെ നടക്കും. സോ അതിനകത്തൊരു ചോദ്യം വരാനുള്ള സാധ്യത കുറവാ. കാര്യം അത്ര കണ്ട് ഫെർട്ടൈലാ, എന്ത് വെച്ചാലും അവിടെ നല്ല വിളവ് കിട്ടും. സോ ഇന്ത്യയിലെ ഏറ്റവും വളക്കൂറുള്ള മണ്ണ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള വളക്കൂറുള്ള മണ്ണ് അലൂവിയൽ സോയിലാണ്. റിവറിന്റെ ഏരിയാസിലാണ് അത് കാണപ്പെടുന്നത്. ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ്. ഇനി ഇന്ത്യയിലെ ഏത് സോയിൽ എടുത്താലും ഒരു കാര്യം ഓർക്കുക, നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് കുറവായിരിക്കും. ഇന്ത്യയിലെ ഏത് മണ്ണെടുത്താലും, അതുകൊണ്ടൊരു ചോദ്യത്തിൽ പറയാണ് ഇന്ന മണ്ണിൽ ഇന്ന സാധനം കുറവാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സോയിലും നൈട്രജനും ഫോസ്ഫറസും കുറവാ. നൈട്രജന് നമ്മള് യൂറിയ ഇടുന്നു, ഫോസ്ഫറസ് നമ്മൾ ഫാക്ടംഫോസ് ഇടുന്നു, NPK ഫെർട്ടിലൈസേഴ്സ് നമ്മൾ പറയും. ഇത് കൊടുക്കുന്നത് എവിടെയാ? കൊടുക്കുന്നത് എന്തുകൊണ്ടാ? നൈട്രജനും ഫോസ്ഫറസും ഇന്ത്യയിലെ സോയിലുകളിൽ പൊതുവേ കുറവാ. ഇന്ത്യയിലെ ഏറ്റവും വളക്കൂറുള്ള അലൂവിയൽ സോയിലിൽ പോലും എന്താ, നൈട്രജൻ കുറവാണുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ഇമേജ് നോക്കിക്കോളൂ. ഈ ഇമേജ് വച്ച് നോക്കുമ്പോൾ ദ ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്ന ഈ ഏരിയയിലാണ്, നദികൾ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഈ ഏരിയയിലാണ് ഏത് കാണുന്നത്, അലൂവിയൽ സോയിൽ കാണുന്നത്. ഈ ഭാഗത്ത് ബ്രഹ്മപുത്ര, ഈ ഭാഗത്ത് ഗംഗ, ഈ ഭാഗത്ത് ഇൻഡസ്, ഇവിടെ കുറച്ച് ബാക്കി നദികളുണ്ട്. ഇതെല്ലാം ഒഴുകുന്ന ആ ഏരിയയിലാണ് അലൂവിയൽ സോയിൽ ഉള്ളത്. മുന്നോട്ട് പോയാൽ ബ്ലാക്ക് സോയിൽ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യം ചോദിക്കുന്ന ഏരിയ ആണ് ബ്ലാക്ക് സോയിൽ. ബ്ലാക്ക് സോയിൽ ഫോം ചെയ്തത് എങ്ങനെയാണെന്ന് അറിയോ? ബ്ലാക്ക് സോയിൽ ഫോം ചെയ്തത് ഡെക്കാൻ പ്ലേറ്റുവിന്റെ അല്ലെങ്കിൽ ഡെക്കാൻ ബസാൾട്ടിന്റെ ലാവ പൊടിഞ്ഞുണ്ടായത്. പണ്ട് അതൊരു വലിയ കുഴിയായിരുന്നു. ഡെക്കാൻ എന്ന് പറയുന്ന ഒരു കുഴിയായിരുന്നു.
ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ അല്ലായിരുന്നു, സൗത്ത് കോണ്ടിനെന്റ് ആയിരുന്നു. ഇന്ത്യ മൂവ് ചെയ്ത് മുകളിലേക്ക് വന്ന് യൂറോപ്പിൽ ഇടിച്ചിട്ടാണ് എന്തുണ്ടായത്, ഹിമാലയ ഉണ്ടായത്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ ആദ്യം മുതലേ ഇപ്പൊ ഉള്ള ഈ സ്ഥലത്തല്ല ഉള്ളത്. ഇന്ത്യ താഴേന്ന് മുകളിലേക്ക് വന്നതാണ്. യൂറേഷ്യ, യൂറോപ്പിൽ വന്ന് ഇടിച്ചിട്ട് ഹിമാലയൊക്കെ ഉണ്ടായത് അങ്ങനെയാ. ആ സമയത്ത് ഇവിടെ ലാവ നിറഞ്ഞിട്ടാണ് ഡെക്കാൻ പ്ലേറ്റു ഉണ്ടാവുന്നത്. ബേസിക്കലി ഡെക്കാൻ പ്ലേറ്റു ലാവ, വോൾക്കാനോ, അഗ്നിപർവ്വതത്തിലുണ്ടായ ലാവയുള്ള സ്ഥലമാണ്. എന്ത് ഇപ്പൊ ഉണ്ടായതല്ല കേട്ടോ, പണ്ട് ഉണ്ടായതാണ്. ബില്യൺസ് ഓഫ് ഇയേഴ്സ് മുന്നേ ഉണ്ടായതാണ്. അങ്ങനത്തെ ആ ലാവ ഡെക്കാൻ പ്ലേറ്റൂലുണ്ട്. അത് പൊടിഞ്ഞുണ്ടായ സോയിലാണ് ബ്ലാക്ക് സോയിൽ. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ലാവ എന്ന് പറയുന്നത് എന്താണ്. ലാവ എന്ന് പറയുന്നത് വളരെ ഫെർട്ടൈൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ റീജിയണും ഫെർട്ടൈൽ ആണ്, ക്ലേയി ആണ്, ചെളി പിടിച്ചതാണ്, മോയിസ്ചർ റിട്ടൻറ്റീവ്, മോയിസ്ചർ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്, ലൈമും അയണും മഗ്നീഷ്യവും റിച്ച് ആണ്. കാര്യം എന്താ, ലാവയിൽ നിന്നുണ്ടായതാ. പക്ഷെ ഫോസ്ഫറസും നൈട്രജനും അവിടെ കുറവാണ്. ഓക്കെ, ഇത് കാണപ്പെടുന്ന ഡെക്കാൻ റീജിയൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്ര, കർണാടക, തമിഴ്നാട്. ഇനി ബ്ലാക്ക് സോയിൽ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരിക കോട്ടൺ. അവിടെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കോട്ടൺ ആണ്. രണ്ടാമത് ഷുഗർ കെയിൻ. കോട്ടൺ, ബ്ലാക്ക് സോയിൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഓർക്കേണ്ടത് ഡെക്കാൻ പ്ലേറ്റൂല് ലാവ വെതറിംഗ് കൊണ്ട് ഉണ്ടായതാണ്. ലാവ പൊടിഞ്ഞുണ്ടായ മണ്ണാണ് ഇത് ഡെക്കാൻ പ്ലേറ്റൂലുള്ള ബ്ലാക്ക് സോയിൽ. അവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കോട്ടൺ. രണ്ടാമത്തെ കാര്യം, അത് മോയിസ്ചർ പിടിച്ചു നിർത്താൻ കഴിവുള്ളവനാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഉത്തരം കിട്ടിയോ? ആ ക്വസ്റ്റ്യന്റെ ഉത്തരം എന്താ? അത് ബ്ലാക്ക് സോയിലാ. ഹോൾഡ് മോയിസ്ചർ, മോയിസ്ചർ ഹോൾഡ് ചെയ്യാൻ ഏറ്റവും കപ്പാസിറ്റി ഉള്ളത് ആർക്കാ? ഡെക്കാൻ പ്ലേറ്റുവിലുള്ള ഏറ്റവും കൂടുതൽ കോട്ടൺ കൃഷി ചെയ്യപ്പെടുന്ന ബ്ലാക്ക് സോയിലിനാണ്. ഓക്കെ, ഫോർമേഷൻ കാരണം ലാവ, ഡെക്കാൻ ട്രാപ്പിലെ. ഓക്കെ, അങ്ങനെ നോക്കുമ്പോ ഈ ഏരിയ ആണ് അവിടെ വരിക. മധ്യപ്രദേശ്, അതുപോലെ തന്നെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഇതെല്ലാം വരുന്ന ഏരിയ. കുറച്ച് ഗുജറാത്തിലുള്ള ഏരിയ ആണ് ഇവിടെ വരിക. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത മേജർ റെഡ് സോയിൽ ആണ്. റെഡ് സോയില് ക്രിസ്റ്റലൈൻ ഇഗ്നിയസ് റോക്ക്. 3 ആഗ്നേയ ശിലകൾ എന്ന് കേട്ടിട്ടുണ്ടോ? 3 തരം റോക്സ് ഉള്ളത്. ഇഗ്നിയസ്, സെഡിമെന്ററി, മെറ്റാമോർഫിക്, 3 തരം റോക്സ് ഉള്ളത്. അതില് ഇഗ്നിയസ്, ക്രിസ്റ്റലൈൻ ഇഗ്നിയസ് റോക്ക് ആയിട്ടുള്ള ഗ്രാനൈറ്റും നിസ്സും ഒടിഞ്ഞിട്ടാണ്, വെതർ ചെയ്തിട്ടാണ് ആരുണ്ടായത്? റെഡ് സോയിൽ ഉണ്ടായത്. അത്ര കണ്ട് എന്തല്ല, ഫെർട്ടൈൽ അല്ല, മോഡറസ്ലി ഫെർട്ടൈൽ ആണ്, പൂവർ ഇൻ നൈട്രജൻ ആണ്. ഇവിടെയും അയൺ ഓക്സൈഡ് ഉള്ളത് കൊണ്ടാണ് ഈ റെഡ് കളർ വന്നത്. അയൺ ഓക്സൈഡ്സ് ഉള്ളത് കൊണ്ടാണ് ഇതിന് റെഡ് കളർ വന്നത്. ഡെക്കാന്, വെസ്റ്റേൺ ഗട്ട്സ്, തമിഴ്നാടു, കർണാടക, ആന്ധ്ര, ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഏരിയാസിലാണ് കാണപ്പെടുന്നത്. വെള്ളം കുറച്ച് വേണ്ട മില്ലറ്റ്സും ഗ്രൗണ്ട് നട്ട്സും ആണ് കൂടുതൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. വെള്ളം കുറച്ചുള്ള ഏരിയാസ് ആണ്, വെള്ളം കുറവുള്ള ഏരിയ ആണ് മെയിൻ ആയിട്ട് വരിക. നോക്കിക്കോളൂ, ഞാൻ ഇതൊക്കെ ഒന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വായിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നോക്കിക്കോളൂ. റെഡ് സോയിൽ എന്ന് പറയുന്നത് ഈ ഒരു മേജർ ഭാഗമാണ്. ഓക്കെ, ഈ ഒരു ഭാഗമാണ്. ഈ പറയുന്ന പോലെ ഈ ഭാഗത്ത് ഡെക്കാൻ, ആ പ്ലേറ്റു ഏരിയ, അതുപോലെ മഴ കുറവ് ലഭിക്കുന്ന ഏരിയ ആണ്. മോഡറേറ്റ്ലി ഫെർട്ടൈൽ ആണ്. അലൂവിയലിന്റെ അത്രയും ബ്ലാക്ക് സോയിലിന്റെ അത്രയും ഒന്നും ഫെർട്ടൈൽ അല്ല. ഇതിന് റെഡ് കളർ വരാനുള്ള കാരണം ചോദിക്കാം. അയൺ ഓക്സൈഡ് ആണ് അതിന് കാരണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ മൂന്നാമത്തത് റെഡ് സോയില്. നാലാമത് നമ്മുടെ സ്വന്തം ലാറ്ററൈറ്റ്, നമ്മുടെ വെട്ടുകല്ല്. റെഡ് കളറിലുള്ള, റെഡിഷ് ബ്രൗൺ കളറിലുള്ള, അസിഡിക് ആയിട്ടുള്ള, പൂവർ ഇൻ ഹ്യൂമസ് ആണ്, പൂവർ ഇൻ എന്താണ്, ഫെർട്ടിലിറ്റി ആണ്. ഫെർട്ടിലിറ്റി വളരെ പൂവർ ആണ്. വെസ്റ്റേൺ ഗട്ട്സ്, കേരളത്തിലുള്ള മണ്ണ്. ഈസ്റ്റേൺ ഗട്ട്സ്, നല്ല മഴയുള്ള സ്ഥലത്ത്, ഏറ്റവും കൂടുതൽ റെയിൻ ഉള്ള സ്ഥലത്ത് കാണപ്പെടുന്നതാണ്. മഴ നല്ലോണം ഉള്ളിടത്താണ് ഇത് കാണപ്പെടുന്നത്. ഈ മഴ നല്ലോണം പെയ്യുമ്പോൾ എന്ത് പറ്റും? അതിലുള്ള മിനറൽസ് എല്ലാം ലീച്ച് ചെയ്തു പോകും. നല്ലോണം മഴ പെയ്യുമ്പോൾ അതിലുള്ള മിനറൽസ് എല്ലാം ലീച്ച് ചെയ്തു പോകും. സോ ഹൈ റെയിൻഫോൾ, കേരളം, മേഘാലയ, ഈസ്റ്റേൺ ഗട്ട്സ്, വെസ്റ്റേൺ ഗട്ട്സ്, മേഘാലയ, ഒഡീഷ പോലെ ഹൈ റെയിൻഫോൾ ഉള്ളിടത്താണ് എന്ത് കാണപ്പെടുന്നത്? ലാറ്ററൈറ്റ് സോയിൽ കാണപ്പെടുന്നത്. സോ ലാറ്ററൈറ്റ് സോയിലിന്റെ പ്രത്യേകത എന്താ? അത് ഉണ്ടാവാനുള്ള കാരണം എന്താ? നല്ല മഴ പെയ്ത അതിലുള്ള മിനറൽസ് എല്ലാം ഒലിച്ചുപോയി അവിടെ പിന്നെ കുറച്ച് അയണും സിലിക്കണൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാവുന്നതാണ് ലാറ്ററൈറ്റ് സോയിൽ. ഫോർമേഷൻ അതാണ്. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? റെഡിഷ് ആണ്, ലെസ് ഫെർട്ടൈൽ ആണ്, ഫെർട്ടിലിറ്റി വളക്കൂർ വളരെ കുറവാണ്.
അതിന്റെ ഏരിയാസ് ഏതൊക്കെയാ? വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ് ഏരിയാസ് ആണ്. ഇനി കേരളത്തിൽ ഉണ്ടാവുന്ന മേജർ ക്രോപ്സ് ആലോചിച്ചോളൂ. ടീ, കോഫി, കാഷ്യൂ, റബ്ബർ. എളുപ്പല്ലേ? കേരളത്തിന് ഓർത്താൽ മതി. ടീ, കോഫി, കാഷ്യൂ, റബ്ബർ ആണ് കേരളത്തിൽ കൂടുതൽ ഉണ്ടാവുന്നത്. നമുക്ക് ഓരോരോ ബോർഡുകൾ ഓർക്കുന്നില്ലേ? ടീയുടെ ബോർഡ് ഉണ്ട്, കോഫി ബോർഡ് ഉണ്ട്, കാഷ്യൂ ബോർഡ് ഉണ്ട്, റബ്ബർ ബോർഡ് ഉണ്ട്, ഇതെല്ലാം. സോ കേരളത്തിനെ ഓർത്താൽ മതി ലാറ്ററൈറ്റ് ഓർക്കുമ്പോൾ. ഇനി രണ്ട് കുഞ്ഞു ആൾക്കാരാ ഡെസേർട്ട് സോയിൽ. ഡെസേർട്ട് സോയിൽ ഇന്ത്യയിൽ എവിടെയാ കാണപ്പെടുക? താർ മരുഭൂമിയുടെ റീജിയനിൽ. ഇതാ എറിഡ് റീജിയൻ, താർ മരുഭൂമിയുടെ റീജിയൻ. അതിൽ ഫെർട്ടിലിറ്റി ഉണ്ടാവോ? മണൽത്തരികളല്ലേ, ഫെർട്ടിലിറ്റി വളരെ കുറവാ. വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടോ? ഇല്ല, ലോ റിട്ടൻഷൻ റേറ്റ് ആണ്. ഉപ്പരസം കൂടുതലായിരിക്കോ? മണലല്ലേ? അതെ, സലൈൻ ആണ്, പൂവർ ഇൻ ഓർഗാനിക് മാറ്റർ ആണ്. വെതറിംഗ് ഓഫ് എറിഡ് കണ്ടീഷൻ, നല്ല എയർ ഉള്ള മണല്, നല്ലോണം കാറ്റ് വീശുന്ന വലിയ പാറകൾ പൊടിഞ്ഞ് മണലാവുന്നതാണ് ഏത്? ഡെസേർട്ട് സോയിൽ. അതിൽ ഏറ്റവും വെള്ളം കുറച്ച് വേണ്ട മില്ലറ്റ്സ് ആയിട്ടുള്ള ബാജ്ര, മെയ്സ്, ഇവരൊക്കെ പറ്റുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഇറിഗേഷൻ കൊടുത്തിട്ട്, നല്ലോണം വെള്ളം കൊടുത്തിട്ട് എന്ത് ചെയ്യാം? വീറ്റും കോട്ടണും ഒക്കെ ഉണ്ടാക്കാം. ഡെസേർട്ട് സോയിൽ എന്തായിരിക്കും? മണൽത്തരികൾ ഉള്ളതായിരിക്കും, ഉപ്പരസം ഉള്ളതായിരിക്കും, കുറച്ച് ഫെർട്ടൈലേ ഉണ്ടാവുള്ളൂ. കാണപ്പെടുന്ന താർ മരുഭൂമിയുടെ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, ആ താർ മരുഭൂമിയുടെ റീജിയണിലായിരിക്കും. ക്ലിയർ ആണേ? ഇനി ഫോറസ്റ്റ് ആൻഡ് മൗണ്ടെയിൻ സോയിൽ എവിടെ കാണപ്പെടുക? ഹിമാലയൻ റീജിയനിലാണ് കാണപ്പെടുക. അവിടെ എന്താ കൃഷി ചെയ്യുക? ടീ, കോഫി, സ്പൈസസ്, ഫ്രൂട്ട്സ് എല്ലാമാണ്. ഹിമാചൽ പ്രദേശ് ഓർക്കുക, ഷിംല ഓർക്കുക, ആസാം ഓർക്കുക. ടീ, കോഫി, സ്പൈസസ്, ഫ്രൂട്ട്സ്. ഓക്കെ. വേരീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ് അനുസരിച്ച് അങ്ങോട്ട് പല മാറ്റങ്ങളും വരും, അങ്ങോട്ടും ഇങ്ങോട്ടും. ഹിമാലയൻ റീജിയൻ, വെസ്റ്റേൺ ഗട്ട്സിന്റെ മുകളിലുള്ള റീജിയൻ, ഈസ്റ്റേൺ ഗട്ട്സിന് ഏറ്റവും ഊട്ടി, മൈസൂർ, കൊടൈക്കനാൽ റീജിയനിലൊക്കെ എന്താണ്? ഫോറസ്റ്റ് സോയിലാണ് വരുന്നത്. ഓക്കെ. സോ ആ സോയിലും മനസ്സിലായി. ഇമേജ് നോക്കണോ? ഇമേജ് നോക്കി എന്തായാലും ഇമേജ് നോക്കി മനസ്സിലാക്കിക്കോ. അതാ ഈ ഏരിയ ആണ് വരുന്നത്. ഈ ഏരിയ ആണ് വരുന്നത്. താർ മരുഭൂമി വരുന്ന ഈ ഏരിയ, താർ മരുഭൂമി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോയാൽ PT ആൻഡ് മാർഷി സോയിൽ. ഇതങ്ങനെ പൊതുവെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല. PT ആൻഡ് മാർഷി സോയിൽ നമ്മൾ വിളിക്കുന്നത് ഏതാണെന്നറിയോ? നമ്മളിപ്പോ കൊല്ലം, തിരുവനന്തപുരം ആ ഏരിയാസിലെല്ലാം ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ചതുപ്പ് നിലങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, കോസ്റ്റൽ ചതുപ്പ് നിലങ്ങൾ കാണാൻ പറ്റും. നമ്മൾ അതിനെ മാംഗ്രൂവ്സ്, കണ്ടൽ കാടുകൾ എന്നെല്ലാം വിളിക്കും. ആ ഏരിയയിലുള്ള ചതുപ്പ്, മാർഷി ആയിട്ടുള്ള, വെള്ളം കയറി കിടക്കുന്ന ഹ്യൂമിഡ് റീജിയൻ, ഹൈ ഓർഗാനിക് മാറ്റർ ഉള്ള, ഹ്യൂമസ്, ഡാർക്ക്, ചെളി പിടിച്ച് വെള്ളം പിടിച്ച് കിടക്കുന്ന, കുറച്ച് അസിഡിക് ആയിട്ടുള്ള, വാട്ടർ ലോഗ്ഡ് ആയിട്ടുള്ള ഏരിയാസിലുള്ള സോയിലാണ് PT ആൻഡ് മാർഷി സോയിൽ. റൈസ്, ജൂട്ടെല്ലാം നിങ്ങൾ കുട്ടനാടൊക്കെ ആലോചിച്ച് നോക്കുക. റൈസ്, ജൂട്ടെല്ലാം ഹൈലി വാട്ടർ വേണ്ടതെല്ലാം ക്രോപ്പാണ് അവിടെ മെയിൻ ആയിട്ട് ഉണ്ടാവുക. സലൈൻ ആൽക്കലൈൻ സോയിലാണ് അവിടെ അടുത്തത് സലൈൻ ആൽക്കലൈൻ സോയില്. ഇതും ആ താർ മരുഭൂമിയുടെ റീജിയനിലുള്ള സോയിലാ. ചാർലിയിൽ മറ്റേ ദുൽഖർ സൽമാൻ ഓടുന്ന ഒരു വെള്ള മരുഭൂമി ഇല്ലേ, ആ ഏരിയ ആണിത്. ഇത് PT മാർഷി, കണ്ടൽക്കാടുകൾ. ഇത് ചാർലിയിൽ ആ ഒരു സോങ്ങിൽ ഒരു വെള്ള കുതിരയുടെ കൂടെ നമ്മുടെ ദുൽഖർ ഓടുന്ന ഒരു സീനുണ്ട്. ആ സീനിലുള്ളതാണ് സലൈൻ ആൽക്കലൈൻ സോയിൽ. അതിനെ ഉസാർ, കല്ലാർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഭയങ്കര സോൾട്ട് ഉള്ള ഏരിയാസ് ആണ്. സോൾട്ട് ടോളറന്റ് ആയിട്ടുള്ള ക്രോപ്പുകൾ, ബാർലി, കോട്ടൺ, ഷുഗർ, ബീറ്റ്, അങ്ങനെ കുറച്ച് ക്രോപ്പുകൾ ട്രീറ്റ്മെന്റിന് ശേഷം ആ സോയിൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രമേ അവിടെ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ. സോ ഇത്രയാണ് മേജർ ആയിട്ടുള്ള ക്രോപ്പുകൾ വരുന്നത്. ഓരോന്നായിട്ട് ഇമേജ് വെച്ച് നോക്കുക. ഫോറസ്റ്റ് സോയിൽ അല്ലെങ്കിൽ മൗണ്ടെയിൻ സോയിൽ ഓക്കെയാണ്. ഡെക്കാനില് കോട്ടൺ സോയിൽ ഓക്കെയാണ്. അലൂവിയൽ സോയിൽ ഇതാ ഇവിടെ ഓക്കെയാണ്. ഇത് റെഡ് സോയില് ഈ ഏരിയയില്. വെസ്റ്റേൺ ഗട്ട്സില് ലാറ്ററൈറ്റ് സോയിൽ, നല്ല മഴ കിട്ടുന്ന വെസ്റ്റേൺ, മേഘാലയ മുതലായ സ്ഥലങ്ങളിൽ എന്താ? ലാറ്ററൈറ്റ് സോയില്. താർ മരുഭൂമിയില് എന്ത് വരും? എറിഡ് സോയില്, ബ്ലാക്ക് സോയില് ഈ ഭാഗത്ത്. സോ ഇതുപോലെ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ആലോചിക്കുക. JNKയുടെ ഏരിയാസിൽ അല്ലെങ്കിൽ ഹിമാലയുള്ള ഏരിയാസിൽ സ്വാഭാവികമായിട്ടും മൗണ്ടെയിൻ സോയിൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിലേ കാണപ്പെടുള്ളൂ. ലാറ്ററൈറ്റ് കാണപ്പെടണമെങ്കിൽ നല്ല മഴ പെയ്യണം. അപ്പോ മേഘാലയയിൽ കാണാം, കേരളത്തിൽ കാണാം, വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗത്ത് കാണാം, അല്ലേ? പിന്നെ അടുത്തൊന്ന് ആലോചിച്ച് നോക്കി. അലൂവിയൽ സോയിൽ കാണണമെങ്കിൽ അവിടെ അതുപോലെ റിവറുകൾ വേണം. അപ്പൊ അത് എവിടെയാ സ്ഥലം? പഞ്ചാബ്, ഗംഗ ഒഴുകുന്ന സ്ഥലങ്ങൾ ആലോചിച്ച് നോക്കുക. പഞ്ചാബ്, UP, ഹരിയാന, പിന്നെ ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഇതുപോലുള്ള സ്ഥലങ്ങൾ. റെഡ് സോയിൽ കാണപ്പെടുന്നത് ബാക്കിയുള്ള പ്ലേറ്റു റീജിയണിൽ. ഇനി ക്ലോട്ടൺ കാണപ്പെടുന്നത് എവിടെയാ? ബ്ലാക്ക് സോയിലുള്ള ഏരിയ. ഡെക്കാൻ പ്ലേറ്റിൽ മാത്രമേ ബ്ലാക്ക് സോയിൽ ഉള്ളൂ. അതുണ്ടായത് ലാവ പൊടിഞ്ഞിട്ടാണ്. ഇങ്ങനെ കൺസെപ്റ്റ് വെച്ച് പഠിച്ചു നോക്കിയാൽ ഒരു 15-20 മിനിറ്റിൽ നമുക്ക് ഫുള്ള് ഈ പറയുന്ന പോലെ സോയില് കവർ ചെയ്യാൻ പറ്റും.
ഇനി നടക്കാൻ പോകുന്ന ഗ്രൂപ്പ് ഡിക്ക് 25 ഡേയ്സിന്റെ ഒരു ബാച്ച് ഇത്തവണ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഗ്രൂപ്പ് ഡി പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ കറണ്ട് അഫെയർ ആണ് കൂടുതൽ ചോദിക്കുക. GK-യില് സോയിലൊക്കെ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ആ സമയത്ത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന SSC CGL-ന്റെ പരീക്ഷ വരാൻ പോവുകയാണ്. ഒരു സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി കുറെ കൊല്ലമായിട്ട് ഈ പരീക്ഷ എഴുതുന്ന ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി SSC CGL പഠിക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് വേണ്ട റെക്കോർഡഡ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് വേണ്ട ലൈവ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് വേണ്ട മോക്ക് ടെസ്റ്റുകൾ, നോട്ട്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ചുമായിട്ട് ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഇതുപോലെ നമ്മളിപ്പോ ആ സോയിൽ പഠിച്ചതുപോലെ കൺസെപ്റ്റ് മനസ്സിലാക്കി, ഫാക്ടുകൾ മാത്രമല്ലാതെ കൺസെപ്റ്റ് മനസ്സിലാക്കി ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രമല്ല നിങ്ങൾ ഏതൊരു പരീക്ഷ എഴുതാൻ പോയാലും ഇത് ഉപകാരപ്പെടും. ഇത് SSC എന്നോ RRB എന്നോ PSC എന്നോ നിൽക്കുന്നതല്ല. ഇതല്ലാതെ ഇപ്പൊ കേറ്ററ്റ് ആയാലും സെറ്റ് ആയാലും എഴുതുമ്പോൾ കറണ്ട് അഫെയറിന്റെ ഭാഗത്തുനിന്നും ബാക്കിയുള്ള ഭാഗത്തു നിന്നൊക്കെ ഇതിന്റെ അപ്ഡേഷൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി SSC-യുടെ ആയാലും RRB-യുടെ ആയാലും അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങളുടെ ഒരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. ആ സ്റ്റഡി ഗ്രൂപ്പിൽ ഈ പറയുന്ന പോലെ ഞങ്ങൾ വെബിനാർസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് വരുന്നുണ്ടാവും. ഞങ്ങളുടെ അപ്ഡേറ്റ്സ് SSC RRB-യുടെ അപ്ഡേറ്റ്സ് വരുമ്പോൾ അതെല്ലാം വരുന്നുണ്ടാവും. നിങ്ങൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഈ പറയുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വിളിക്കാം. 8089200474 വിളിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം. സോയിലിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ സോയിലിന്റെ ക്ലാസ് എടുത്തു, കഴിഞ്ഞ ദിവസം ഒരു ഓഷ്യൻ കറണ്ടിന്റെ ക്ലാസ് എടുത്തു. ഇതുപോലെ നിങ്ങൾക്ക് എക്കണോമിക്സ്, ജോഗ്രഫി, GK-യിൽ എന്ത് ഡൗട്ട് ഉണ്ടോ, ഹിസ്റ്ററി ആയിക്കോട്ടെ, പൊളിറ്റിയിലായിക്കോട്ടെ, എന്ത് ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് വീഡിയോസ് ആവശ്യമുണ്ട്, നിങ്ങൾ കമന്റ്സ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസറും സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസറും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും മിനിമൽ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക, ആൻസേഴ്സ് കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോസ് എത്തിക്കുക എന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം, നിങ്ങൾക്ക് ചോദിക്കാം. ഈ പരീക്ഷയും ഇനിയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.